നാട്ടിൽ നിന്ന് വന്ന വിദ്യാഭ്യാസ അംബാസിഡർമാരാണ്. വലിയ പേരാണ് അംബാസിഡർ. ഈ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകുന്ന അംബാസിഡറായിട്ട് എങ്ങനെയാണ് നിയോഗിച്ചേക്കുക? നിങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന വിദ്യാഭ്യാസ അംബാസിഡർമാരാണ്. അപ്പൊ ഉറങ്ങാൻ പറ്റണം. നിങ്ങൾ ഉറങ്ങിയാൽ നാടകമാണ്. ഈ മസ്കൂലിയത്ത് ചെറിയ സാധനമല്ല. നിങ്ങളോട് അള്ള ചോദിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുക. നിങ്ങളെ ഏൽപ്പിച്ച പണി 2 സമയം എനിക്ക് പണി പറ്റുന്ന എന്നിട്ട് നന്നാവുകയും അസ്സലാമു അലൈക്കും പറയാനാണ് ഏറ്റവും മാന്യമായ രീതി. അതിൽ നിന്ന് ഞാൻ മാറിക്കൊണ്ട് പുതിയ ആളുകളിലേക്ക് വെക്കാനാണ് ഏറ്റവും മാന്യമായ രീതി. അതല്ല, നമുക്ക് കിട്ടിയ അവസരം മനോഹരമായി ഉപയോഗപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കണം. നമ്മുടെ നാടിന്റെ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ഒരു ചിത്രം വരച്ച് ആ ചിത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ആ ടീം നമ്മുടെ പാടത്തിൽ നമ്മുടെ കൂടെ തോളോട് തോട് ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടാവുകയും ടീമെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടാൻ നമ്മുടെ കൂടെ 10-15 ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മാറണം. നിങ്ങൾ എല്ലാ പരിപാടിക്കും പോകണ്ട. ഞാൻ പറഞ്ഞു പോലെ എല്ലാ പരിപാടിക്കും അള്ളാഹു ഓരോ പരിപാടിക്കും പോകണ്ട. അങ്ങനെയല്ല, അള്ളാഹു അത് ഞാൻ തമാശക്ക് പറഞ്ഞാണ്. എല്ലാ പരിപാടിക്കും നിങ്ങൾ പോകേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ എല്ലാ പരിപാടികളും ഉണ്ടാവുകയാണ്. രണ്ടും അതേസമയം എല്ലാ പരിപാടിക്കും പോകേണ്ട എന്ന് പറയുമ്പോൾ എല്ലാ പരിപാടികളും മാനസികമായി ചില സ്ഥലത്തുകൾ വേണ്ടി വരും. സംഘാടകമാണ് അതേസമയത്ത് നമ്മൾ എന്താ നേതാവ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുക എന്നതിന്റെ ഒരു വലിയ ചിന്ത നമ്മുടെ നാടും നമ്മുടെ മേഖലയും അപ്പൊ നമ്മുടെ മേഖലയിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ കറക്റ്റ് ഒരു ചിത്രം നമുക്ക് വരച്ചേക്കണം. 2 കൊല്ലം കഴിയുമ്പോൾ അഷ്റഫ് എങ്ങനെ ഞാൻ ഉദാഹരണത്തിന്റെ പേര് പറയാം. അഷ്റഫ് ഈ പൊസിഷനിൽ 2 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും ചുമതല കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുക എന്നൊരു ചിത്രം ഇന്ന് എനിക്ക് വരയ്ക്കാൻ പറ്റും. സ്റ്റേറ്റ് പ്രീ സ്കൂളിന്റെ ചുമതലയാണ് സ്റ്റേറ്റ് പ്രീ സ്കൂളിന്റെ ചുമതല. അത് ഞാൻ ആലോചിക്കുന്ന സ്റ്റേറ്റിലുള്ള പ്രീ സ്കൂളുകൾക്കുള്ള ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ്. കാരണം വേറെ പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ടൊക്കെ പക്ഷെ ചെറിയ കുഞ്ഞാർക്കും പറ്റാത്ത എന്നാൽ വലിയ മാറ്റങ്ങളായി കാണുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇമേജ് ചെയ്യും, ചിത്രം വരച്ചേക്കണം എന്തൊക്കെയാണ്. അതേപോലെ നിങ്ങളുടെ മേഖലയിൽ ഞാൻ ആലോചിക്കുക, നിങ്ങളുടെ മേഖലയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നു CDP വഴി ഒരു 5 സർക്കാർ ഉദ്യോഗസ്ഥരെ 2 വർഷത്തിനുള്ളിൽ സർവീസ് കേട്ടുന്ന ഒരു പ്രൊജക്ട് എൻ്റെ അടുത്തുണ്ട് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് 5 അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതിന് ഭാഷ വിളിക്കണ്ട. എല്ലാ സംഘാടക ആണുങ്ങളെക്കാൾ റിസൾട്ട് കിട്ടല്ലോ പെണ്ണുങ്ങളാണ്. 5 സർക്കാർ ഉദ്യോഗസ്ഥരെ എന്റെ മേഖലയിൽ നിന്ന് കയറ്റാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് ലീഡ് ചെയ്യുന്ന CDPയുടെ പ്രൊജക്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർഡിനേറ്റർ അതിനെന്ത് ചെയ്ത് കൊണ്ടിരിക്കണം. നിങ്ങളായിട്ട് മുകളിൽ ഒരു സുപ്പീരിയർ ഒരു പോലീസുകാരൻ തലക്ക് മുകളിൽ നിന്നൊരു പോലീസുകാരൻ എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ പദവിയിൽ നിന്നിട്ട് താഴെയുള്ള CDPയുടെ കോർഡിനേറ്റർ ഇങ്ങനെ നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. സമയമില്ലാന്ന് പറഞ്ഞു. ഞാൻ സമയമില്ലാന്ന് പറഞ്ഞപ്പോൾ സർക്കാർക്ക് പറഞ്ഞു മറുപടി പോയി വളരെ ഫ്രൂട്ട്ഫുൾ ആയി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ സമയമില്ല? സംഘടന ലോക തിരക്കാക്കാം നല്ലൊരു പണി കളയാം. പണിയില്ലാത്ത ഏറ്റവും കൂടുതൽ തിരക്കുക. സംഘാടകർ ഏറ്റവും നല്ലത് അതിരാവിലെ എഴുന്നേറ്റ് 1 മണി സ്പീച്ച് കേസ് കഴിഞ്ഞ ശേഷം ഔറാദൊക്കെ പരിപാടി കഴിഞ്ഞ ശേഷം 1 മണി അപ്ഡേഷൻ ഫോളോ അപ്പ് മാത്രം ചോദിച്ചാൽ 1 മണിക്കൂർ മാറ്റിച്ചാൽ സർക്കാർക്ക് വളരെ കറക്റ്റാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അത് നമ്മൾ ഫോളോ ചെയ്ത് മനോഹരമാണ്. ഒരു ദിവസം രാവിലെ സുബഹി കഴിഞ്ഞിട്ട് എല്ലാ മനുഷ്യന്മാർക്കും നമ്മുടെ കസ്റ്റമർ സെക്രട്ടറിമാർക്കും നേതാക്കന്മാർക്കൊക്കെ വോയിസ് മെസ്സേജ് ചെയ്ത എന്താ അവസ്ഥ പ്രാർത്ഥനല്ലേ അപ്ഡേറ്റ് ഇങ്ങനെ അത് മാത്രം ചെയ്താൽ സംഘടന പണി തീർന്നു. കഴിവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ കഴിവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നം തീർക്കാൻ കഴിയും. കഴിവ് ഒഴിവ് കഴിവ് ലാസ്റ്റ് ലൈവ്. ഈ ലൈവായി കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾക്ക് മനസ്സിലുള്ള ശാസ്ത്രത്തിന് നമുക്ക് മനസ്സിലുള്ള ശാസ്ത്രം. ലൈവാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടിക്കല്ല. കഴിവ് താനുണ്ടാകും, ഒഴിവ് താനെ നമ്മൾ ഉണ്ടാക്കുക ഒക്കെ ലൈവാണ്. ഒഴിവ് കഴിവ് ഈ 3 കാര്യവും നമ്മുടെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ സംഘടനയിൽ വലിയ മാറ്റം കാട്ടുക. ഇപ്പൊ ഇതിപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നു, ഒരുപാട് ആശയങ്ങളുടെ കയ്യിലാണ്. ആ ആശയങ്ങളാണ് പലപ്പോഴും നാളെയുടെ നല്ലൊരു പദ്ധതിയായിട്ട് മാറാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ മലപ്പുറം ഫെസ്റ്റ് കഴിഞ്ഞ 2 വർഷക്കാലത്ത് കൊറോണ കാലമായില്ലേ, നമുക്ക് അറിയാം നടക്കാൻ സംഘടന പ്രവർത്തനം അറിയാം. പക്ഷെ മികച്ച രീതിയിൽ നമുക്ക്
ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇത്ര വിശ്വസിച്ചു. സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച ട്രെൻഡിൻ്റെ ജില്ലാ ഘടകമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ടീമായി 10 ആളുണ്ടെങ്കിൽ ആ 10 ആളെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കല്ലോ ഒന്നിനും വരില്ല. ഈ ഓന് വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓനോടുള്ള ബന്ധം കുറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഞാനും അമീർ ഞാൻ നല്ല കണക്ഷൻ, നല്ല ബന്ധമാണ്. മൂപ്പര് ആദ്യം ഞാനും അമീർ സാബ് ഒരു ബന്ധമില്ല. അമീർ സാബ് വിളിച്ചാൽ മീറ്റിംഗ് ഒന്നും വരില്ല. പക്ഷെ ഞാനും അമീർ സാബ് ആദ്യമായി ഞങ്ങൾ നല്ല ബന്ധമായി. ആ ബന്ധമായി കഴിഞ്ഞ ശേഷം അമീർ സാബ് ആ മീറ്റിംഗിന്റെ വേദിയിൽ പറഞ്ഞാൽ അമീർ സാബ് എന്താ പറയുക, ഞാൻ ഉണ്ടാവില്ലെന്ന് പറയാം. വരൂ, എന്തായാലും വരും. നമ്മളൊക്കെ പലപ്പോഴും പലപ്പോഴും ഇതിന്റെ സമിതിയിലുള്ള ആൾക്കാർ ഒന്നും പോരാ, ഒന്നും ഉഷാറില്ല. അത് എന്തുകൊണ്ടാണ് പറയുക? നമ്മൾ നമ്മുടെ കണക്ഷൻ നമ്മുടെ ശരിയില്ലാത്തതുകൊണ്ടാണ്. കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ വരും. ഞങ്ങൾ കഴിഞ്ഞ 10 സമിതി അംഗങ്ങളുണ്ടായിരുന്നു. ആദ്യ ഘട്ടത്തിലൊക്കെ നമുക്കിങ്ങനെ പോരാ പല സമിതികളും പറഞ്ഞു കഴിഞ്ഞു. ഓരോ മാറ്റം നമ്മൾ ഒരാളെ പോലും മാറ്റണം നമുക്ക് പറയേണ്ടി കഴിഞ്ഞില്ല. കഴിഞ്ഞ 10 ഈ ആൾക്കായി 2 വർഷക്കാലം നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ഓൻ്റെ ഒഴിവും ഓൻ്റെ കഴിവ് ഓൻ്റെ ദൈവം തന്നെ മറ്റുള്ള റിസോഴ്സും കാര്യങ്ങൾ നമ്മൾ എല്ലാത്തിനും ആയി കിട്ടുമെന്ന് വിചാരിച്ചാൽ കൊടുക്കില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഓൻ്റെ ജോലി എന്താണ്, ഓനെ നമുക്ക് എന്തിനേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഓൻ്റെ കഴിവ് എന്താണ്, ഓൻ്റെ വിഭവമാനുള്ളത് എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഓൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തൊന്നും പറയാതെ മനസ്സിലാവും ഓനെ കിട്ടണില്ല, ഞാൻ ഇങ്ങനെ കെട്ടിട്ടും എന്താകും, ചെയർമാനാണ് വേണ്ടി വന്നു നോക്കിയിട്ടില്ല, സെക്രട്ടറി നോക്കിയിട്ട് ഞാനൊരു കഴിവില്ല ഓടണം എന്ന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അത് നമ്മുടെ പരാജയം.